ഫ്രണ്ട്സ്, ഈ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പ്രൈസ് ഓഫ് ദി ഫ്ലവർ എന്നുള്ള സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ആദ്യം കാണാൻ ശ്രമിക്കുക, അതിനുശേഷം ഈ പാർട്ടിലോട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുപ്തയും മാഗിയും ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ അതിലൂടെ അവർ സംസാരിച്ച് ഗുപ്ത മാഗിയുടെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുന്നതും മാഗിയുടെ വീട്ടിലെത്തി അവളുടെ അമ്മേനെ മീറ്റ് ചെയ്യുന്നതൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റത്തെ ലൈനാണ്. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്: ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ്, എഗ്സ് ആൻഡ് സോ ഫോർത്ത് were set out in റെഡിനെസ് അപ്പോൺ ദി ഡ്രസ്സർ. അപ്പോൾ എന്താ പറയുന്നത്, ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള, കാരണം നമ്മൾ പറഞ്ഞിരുന്നല്ലോ നേരത്തെ വീഡിയോയിൽ, മാഗിയുടെ അമ്മ കേക്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇറ്റ് ഈസ് സാറ്റർഡേ ആകുമ്പോഴാണ് അവർക്ക് കേക്കൊക്കെ മേടിക്കാൻ ആളുകൾ വരിക, അവരുടെ സ്ട്രീറ്റിലോട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഗിയുടെ അമ്മ. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ എൻഡ് ചെയ്തിരുന്നത്. ഇൻഗ്രീഡിയൻസ്, കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. മൈദ വേണം, പഞ്ചസാര വേണം, ഫാറ്റായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ റേസിൻസ് എന്ന് വെച്ചാൽ ഉണക്കമുന്തിരി, എഗ്ഗ്, മുട്ട ആൻഡ് സോ ഫോർത്ത് എന്ന് വെച്ചാൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, കുറേ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിനാണ് സോ ഫോർത്ത് എന്ന് പറയുന്നത്. were set out in readiness upon the dresser. The dresser is a sideboard with shelves above for storing and displaying plates and kitchen utensils. നമ്മൾ ഈ കിച്ചൺ കാര്യങ്ങൾ, ക്രോക്കറി ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സൈഡ് ബോർഡിനാണ് നമ്മൾ ഡ്രസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മേലാണ് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള, ഫ്ലോറും ഷുഗറും ഫാറ്റും റേസിൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ടിൻസ് were also there. അപ്പോൾ അവിടെ ആ ഒരു ഡ്രസ്സറിൽ കുറേ ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത്, അപ്പോൾ ചൂടോടെ ബേക്ക് ചെയ്ത് വെച്ച കേക്കുകളും അവിടെ വെച്ചിട്ടുണ്ട്. സിറ്റിംഗ് ഇൻ സച്ച് എ poor kitchen will not be very pleasant for you, will it? മിസ്സസ് ക്ലിഫോർഡ് സെഡ്. അപ്പോൾ നമ്മളുടെ മാഗിയുടെ അമ്മ പറയണം, ഇങ്ങനത്തെ ഒരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കിച്ചണിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷകരമോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പോൾ ക്ലിഫോർഡ് പറയാണ്, ഞാൻ എൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഈ കേക്ക് ഉണ്ടാക്കലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറയാണ്. മാഗി, ടേക്ക് ഹിം ഇൻ ടു ദ സിറ്റിംഗ് റൂം, ഐ വിൽ കം ഇൻ എ മിനിറ്റ്. മാഗിനോട് പറയാണ്, ഗുപ്തനെ സിറ്റിംഗ് റൂമിലോട്ട് കൊണ്ടുപോകും, ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ വരാം എന്ന് പറയാണ് കേട്ടോ. നോ ഐ പ്രൊട്ടസ്റ്റഡ്, ഐ ക്യാൻ സിറ്റ് ഹിയർ വെൽ ഇനഫ്. അപ്പോൾ ഗുപ്ത പറയാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രതിഷേധിക്കുക. ഓക്കെ, അങ്ങനെ പറയാണ്. നോ കുഴപ്പമില്ല, ഐ ക്യാൻ സിറ്റ് ഹിയർ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റും എന്ന് പറയാണ്. ദ കേക്ക്സ് യു മേക്ക് ആർ നൈസ് വൺസ്, ഐ മസ്റ്റ് സേ. ഗുപ്ത മാഗിയുടെ അമ്മയോട് പറയണം, നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് നല്ലതാണ് എന്ന് പറയണം കേട്ടോ. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. ഒരു ചിരി വെച്ചിട്ട് മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയെ താങ്ക് ചെയ്യാണ്, ആ ഒരു അപ്രിസിയേഷന് താങ്ക്ഫുൾ ചെയ്യാണ്. വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ, ആസ്ക്ഡ് മിസ്സസ് ക്ലിഫോർഡ് ആസ് ഷീ റിസ്യൂംഡ് ഹെർ കുക്കിംഗ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് നമ്മളെ ഗുപ്തേനോട് ചോദിക്കുകയാണ്, എന്ത് തരത്തിലുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആസ് ഷീ റിസ്യൂംഡ് ഹെർ കുക്കിംഗ്. റിസ്യൂംഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് പുനരാരംഭിക്കുക. അവൾ കുക്കിങ്ങിനെ തുടർന്നുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. എ ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ ഗുപ്ത പറയുകയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സേഫ് ടു ലീവ് ഇൻ. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ് ഗുപ്തനോട്, ജീവിക്കാൻ നല്ലൊരു കൺട്രി ആണോ ഇന്ത്യ എന്ന്. സെർട്ടൻലി ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി, ഇറ്റ് ഈസ് സം വാട്ട് ഹോട്ട്. അപ്പോൾ ഗുപ്ത പറയാണ്, ഉറപ്പായും സേഫാണ്, പക്ഷേ ഇത്ര തണുപ്പില്ലാത്തൊരു രാജ്യമാണ്, കുറച്ച് ചൂടൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ കേട്ടോ. ആർ ഇൻ ദേർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ്, ഡോണ്ട് ദേ കിൽ പീപ്പിൾ. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയോട് ചോദിക്കണം, അവിടെ കുറേ പാമ്പുകളും ടൈഗേഴ്സൊക്കെ ഇല്ലേ, ഡോണ്ട് ദേ കിൽ പീപ്പിൾ, അവർ ആളുകളെ കൊല്ലില്ലേ എന്ന് ചോദിക്കുകയാണ്. ഡോണ്ട് ബിലീവ് ദാറ്റ്, ഐ ലാഫ്ഡ്. അപ്പോൾ ഗുപ്ത പറയണം, അതൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദി ജംഗിൾ. സ്നേക്സും ടൈഗേഴ്സും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ ജംഗിൾസിലായിരിക്കും ഉണ്ടാവുക, കാടുകളിലായിരിക്കും. ദേ ഗെറ്റ് കിൽഡ് ദംസെൽവ്സ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസ് വേർ പീപ്പിൾ ലിവ്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അവരെത്തിപ്പെട്ടാൽ അവരെന്തായാലും കൊല്ലപ്പെടും. ആൻഡ് ഫീവേഴ്സ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ പനികളോ എന്ന് ചോദിക്കുകയാണ് ഗുപ്തനോട് കേട്ടോ. ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഈസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്.
ചില സ്ഥലങ്ങളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലേറെ ഫീവേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് നെതർ ദ സെയിം എവ്രിവർ നോ ദി സെയിം ഓൾ ദി ഇയർ എറൗണ്ട്. എല്ലായിടത്തും ഒരുപോലത്തെ പനിയല്ല കാണാറ്, അതുപോലെ തന്നെ വർഷം തോറും വേറെ രീതിയിലുള്ള പനികളാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതൊക്കെ വേറൊരു രാജ്യക്കാർക്ക് ഇന്ത്യയെ കുറിച്ചുള്ളൊരു ചിന്താഗതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്, ഹീ ഈസ് എ സോൾജിയർ, വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഈസ് ദി പഞ്ചാബ്. അപ്പോൾ എൻ്റെ മകൻ പഞ്ചാബിലാണ്, അവനൊരു പട്ടാളക്കാരനാണ്, എന്ത് തരത്തിലുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ് എന്ന് മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയോട് ചോദിക്കുകയാണ്. ദ പഞ്ചാബ് ഈസ് എ ഫൈൻ പ്ലേസ്, ദർ ഈസ് ലിറ്റിൽ ഫീവർ ദർ, ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അപ്പോൾ എന്താ പറയുന്നത്, പഞ്ചാബ് എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ്, അവിടെ ചെറിയ രീതിയിലുള്ള പനികളൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന്. ഐ എം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. അപ്പോൾ പറയണം, ഇത് കേട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറയണം. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്, മാഗി ഷീ സെഡ്, ടേക്ക് മിസ്റ്റർ ഗുപ്ത അപ്സ്റ്റെയർസ്, ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. അപ്പോൾ നമ്മുടെ ക്ലിഫോർഡിൻ്റെ ബേക്കിംഗ് ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകളോട് പറയാണ് ഗുപ്തയെ മേലോട്ട് കൊണ്ടുപോകും, കാരണം മേലെയാണ് അവരുടെ സിറ്റിംഗ് റൂമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഞാൻ കൈയൊക്കെ കഴുകി ചായ ഇട്ടിട്ട് വരാം എന്ന് പറയാണ് കേട്ടോ മിസ്സസ് ക്ലിഫോർഡ്. മാഗി ഷോഡ് ദ വേ ടു ദിയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോഡ്. മാഗി അപ്പോൾ ഗുപ്തയെ സിറ്റിംഗ് റൂമിലോട്ട് കൊണ്ടുപോവാണ്, സ്റ്റെയറൊക്കെ കയറിയിട്ടുള്ള സിറ്റിംഗ് റൂമിലോട്ട് കൊണ്ടുപോവാണ്. ഗുപ്ത മാഗിയെ ഫോളോ ചെയ്ത് പോവാണ്. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അവിടെയുള്ള ഫർണിച്ചേഴ്സൊക്കെ ഭയങ്കര ചീപ്പാണ്, കുറേ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഉള്ളത് ഭയങ്കര ചീപ്പായിട്ടുള്ള ഫർണിച്ചറാണ്. ദ കാർപ്പറ്റ് വാസ് ഓൾഡ് ടോർ ഇൻ പ്ലേസസ്. അപ്പോൾ കാർപ്പറ്റ് എങ്ങനെയാണ്, ഭയങ്കര പഴയ കാർപ്പറ്റാണ്, അവിടെയും ഇവിടെയൊക്കെ കീറലൊക്കെ ഉള്ള കാർപ്പറ്റാണ്. ടോർന്ന് വെച്ചാൽ കീറലുള്ളത്. ബട്ട് എവ്രിതിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, എല്ലാതും അങ്ങേയറ്റം ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ. മാഗി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദി വിൻഡോ. മാഗി കർട്ടൻസൊക്കെ മാറ്റിയിട്ട് വിൻഡോ തുറന്നിട്ടു. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ചില്ല് കൂടെ ഉണ്ടായിരുന്നു, ബുക്കുകളൊക്കെ അടക്കി വെച്ചിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ഷെൽഫ് പോലെ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതിന് മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. ഇത് ഗുപ്തയാട്ടോ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ, മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിങ് ദി ടീ ട്രേ. മിസ്സസ് ക്ലിഫോർഡ് ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് ടീ ട്രേ ഒക്കെ കൊണ്ടുവരികയാണ് കേട്ടോ ഗുപ്തയുടെ അടുത്തേക്ക്. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് സമയത്തിന് ശേഷമാണ് മിസ്സസ് ക്ലിഫോർഡ് വരുന്നത്. ആൾ ട്രേസ് ഓഫ് ദി കിച്ചൺ ഹാസ് വാനിഷ്ഡ് ഫ്രം ഹെർ പേഴ്സൺ. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് വെച്ചാൽ ബോഡി എന്നാണ്. അപ്പോൾ കിച്ചണിലുള്ള എല്ലാ പൊടിയും മൈദമാവൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ട്രേസ്, അതിൻ്റെ ഒന്നും അടയാളം പോലും അവരുടെ ബോഡിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന് പറയുന്നത്. എല്ലാം അപ്രത്യക്ഷമായി, വാനിഷ്ഡായി, ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അവർ വരുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ഡ് എബൌട്ട് ഇന്ത്യ. ഞങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഗുപ്ത സംസാരിക്കുകയാണ്. മിസ്സസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. അവരുടെ മകൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബിഫോർ ഹീ ലെഫ്റ്റ്. അവൻ പോകുന്നതിന് മുമ്പാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അവൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രാൻസിസ് ആണ്, ഫ്രാങ്ക് എന്ന് വിളിപ്പേരായിരിക്കും. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് he had sent her for her birthday. മാഗിക്ക് അവളുടെ ബ്രദർ അവളുടെ ബർത്ത്ഡേക്ക് അയച്ചിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ ഒരു ബുക്ക് മാഗി കൊടുന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ദർ വേർ മെനി പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദി സറൗണ്ടിങ് മൗണ്ടെയിൻ കൺട്രീസ്. അപ്പോൾ അതിൽ സിംലയുടെ കുറേ പിക്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ടെയിൻ കൺട്രീസ് ആയിട്ടുള്ള അതിനടുത്തുള്ള കുറേ മൗണ്ടെയിൻ കൺട്രീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. On the inside page was written to Maggie on her birthday from her loving brother Frank. അപ്പോൾ അതിനുള്ളിൽ ഒരു പേജിൽ എഴുതിയിട്ടുണ്ട് മാഗിക്ക് അവളുടെ ബർത്ത്ഡേക്കുള്ള ഒരു വിഷായിട്ട്, ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. മാഗി സെഡ് മിസ്സസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. മാഗിനോട് അവളുടെ അമ്മ പറയാണ്, ഗുപ്തക്ക് ആ റിങ്, ആ മോതിരം ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഹാസ് യുവർ ബ്രദർ സെൻഡ് യു എ റിംഗ്? ഐ ആസ്ഡ്. ഗുപ്ത ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ ബ്രദർ ഒരു മോതിരം അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് റിംഗ് ഇറ്റ് ഈസ്. ഞാനൊന്ന് കാണട്ടെ, അത് എന്ത് തരത്തിലുള്ള റിംഗ് ആണതെന്ന് ഞാൻ കാണട്ടെ. ഇറ്റ് ഈസ് എ മാജിക് റിംഗ്, മാഗി എക്സ്പ്ലെയിൻ. മാഗി പറയണം, അതൊരു മാജിക് റിംഗ് ആണ്. എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഫ്രാങ്കിന് അതൊരു യോഗി കൊടുത്തതാണ്. ഷീ ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ഡ്, ക്യാൻ യു സീ ദി പാസ്റ്റ് ആൻഡ് ദി ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അപ്പോൾ അവൾ ആകാംക്ഷയോട് കൂടി ഗുപ്തനോട് ചോദിക്കുകയാണ്, പഴയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മളെ ഭാവി ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മേ ബി
അവളുടെ ബ്രദർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റിങ് നോക്കിയാൽ പാസ്റ്റൊക്കെ കാണാമെന്നുള്ള രീതിയിലാണ് ആ യോഗി അങ്ങനെ പറഞ്ഞിട്ടാണ് ബ്രദറിന് ഈ റിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഗുപ്തയോട് ചോദിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ലൈൻസിൽ ക്ലിയർ ആവും. ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ക്രിസ്റ്റൽ ഗ്ലേസിങ്. അപ്പോൾ എന്താ പറയുന്നത്, ഗുപ്ത പറയാണ് ക്രിസ്റ്റൽ ഗ്ലേസിനെ കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ പളുങ്ക്. ഓക്കെ, എ ക്രിസ്റ്റൽ വാസ് സെറ്റ് ഇൻ ദി റിങ്. ആ റിങ്ങിൽ ഒരു ക്രിസ്റ്റൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ടുക്ക് ഇറ്റ് അപ്പ് ആൻഡ് എക്സാമിൻഡ് ഇറ്റ്. അതൊന്ന് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എക്സാമിൻ ചെയ്തു, ഒന്ന് നോക്കി. വെൻ ഫ്രാങ്ക് സെൻഡ് ദ റിങ് മിസ്സസ് ക്ലിഫോർഡ് സെഡ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ് പറയാണ്, ഫ്രാങ്ക് ഈ റിങ് അയക്കുമ്പോൾ he wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing. അപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾ ഇത് ഭയങ്കര സൂക്ഷ്മമായിട്ട് ഈ ഒരു റിങ്ങിലോട്ട് നോക്കിയാൽ ഡിസ്റ്റൻ്റുള്ള ദൂരത്തുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗേസ് എന്ന് വെച്ചാൽ നോട്ടം എന്നാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ളൊരു വ്യക്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു സീ ഹിം ആൻഡ് വാട്ട് ഹി ഈസ് ഡൂയിങ്. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവൻ എവിടെയാണെന്ന് കാണാൻ പറ്റും എന്ന്. ദിസ് ഈസ് വാട്ട് ദ യോഗി ടോൾ ഫ്രാങ്ക്. ഇതാണ് യോഗിയായിട്ടുള്ള ആ വ്യക്തി ഫ്രാങ്കിന് ഈ മോതിരം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ബിക്കോസ് വി ഹാവ് നോട്ട് ഹാഡ് എനി ന്യൂസ് ഓഫ് ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. മാഗിയും ഞാനും, അവളുടെ അമ്മ പറയണം, ഞാനും ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര സൂക്ഷ്മമായിട്ട് ഇതിലോട്ട് വീണ്ടും നോക്കിയിട്ടും ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഫ്രാങ്കിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷനും കുറേ കാലമായിട്ട് ഞങ്ങൾക്കില്ല എന്നും പറയണം കേട്ടോ. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സീ എനിത്തിങ്. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വൈ ഡോണ്ട് യു ട്രൈ? എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടാ? യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്. നിങ്ങളൊരു ഹിന്ദു ആണല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയാലോ എന്നുള്ള രീതിയിൽ ഗുപ്തയോട് മിസ്സസ് ക്ലിഫോർഡ് പറയണം. I realized that superstition was not confined to India. Superstition എന്നുള്ള ടേം പറയുന്നത് അന്ധവിശ്വാസമാണ് കേട്ടോ. നോട്ട് കൺഫൈൻഡ് എന്ന് വെച്ചാൽ ഒതുങ്ങിക്കൂടാ, നമ്മളെ ഇന്ത്യയിൽ മാത്രമുള്ള സംഭവമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയണം ഗുപ്ത. I did not have the heart to tell the mother and daughter that the ring was nothing much brass with a piece of ordinary glass stuck into it. അപ്പം എന്താ പറയുന്നത്, ഗുപ്ത മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഗുപ്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്ങനെ എനിക്ക് അവരെ വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. ഈ ഒരു റിങ് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചള ഒരു പീസ് ഓർഡിനറി ആയിട്ടുള്ളൊരു ഗ്ലാസ്സിലോട്ട് ഒട്ടിച്ച് വച്ചിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് അതുമൊന്നുമില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ തോന്നുന്നില്ല, കാരണം അത് അവർക്ക് വിഷമാവും എന്നുള്ള രീതിയിൽ കേട്ടോ. ദേ ബിലീവ് ദർ ഫ്രാങ്ക് ഹാഡ് സെൻഡ് ദം എ ന്യൂ ആൻഡ് മിറാക്കുലസ് തിങ് ഫ്രം എ ഡിസ്റ്റൻറ്റ് ലാൻഡ്, എ ഡ്രീം ഇന്ത്യ. അപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണ്, അവരുടെ മകനായിട്ടുള്ള ഫ്രാങ്ക് ഒരു മിറാക്കുലസ് എന്ന് വെച്ചാൽ അത്ഭുതകരമായിട്ടുള്ളൊരു ഒരു സാധനം അവർക്ക് കുറേ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അയച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന്. അപ്പം അതെന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആവുമല്ലോ. ഹൗ കുഡ് ഐ ഷാറ്റർ ദെയർ ഫേറ്റ്? എങ്ങനെ ഞാൻ അവരുടെ ആ വിശ്വാസത്തെ തകർക്കും? ഷാറ്റർ എന്ന് വെച്ചാൽ തകർക്കും എന്ന് ഗുപ്ത ചിന്തിക്കുകയാണ് കേട്ടോ. Urged by Mrs. Clifford and Maggie, I took the ring into my hand and stared at it intensely for a long time. അപ്പം എന്താ പറയുന്നത്, ഏർജ്ഡ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. ക്ലിഫോർഡും മാഗിയും ഒക്കെ ഇതൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രേരണ കാരണം ഞാൻ ആ റിങ് എടുത്തിട്ട് സ്റ്റെയർഡ് എന്ന് വെച്ചാൽ അതിലോട്ട് നോക്കി. അറ്റ് ഇറ്റ് ഇൻറ്റൻസ്ലി എന്ന് വെച്ചാൽ തീവ്രമായിട്ട്, ഫോർ എ ലോങ് ടൈം, കുറേ നേരത്തേക്ക് അതിലോട്ട് ഞാൻ തീവ്രമായി നോക്കി എന്ന് പറയുന്നത്. ഐ കനോട്ട് സീ എനിത്തിങ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഐ എക്സ്ക്ലെയിംഡ് അറ്റ് ലാസ്റ്റ് ഗിവിങ് അപ്പ്. എക്സ്ക്ലെയിംഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഉച്ചത്തിൽ പറയുക എന്നാണ് കേട്ടോ വേർഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഗിവിങ് അപ്പ്, എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിൽ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല രീതിയിൽ പറഞ്ഞു. ദ മദർ ആൻഡ് ദി ഡോട്ടർ വേർ ഡിസപ്പോയിൻറ്റഡ്. അമ്മയ്ക്കും മകൾക്കും അത് ഭയങ്കര നിരാശയായിരുന്നു. ടു ചേഞ്ച് ദി സബ്ജക്റ്റ് ഐ സെഡ് ഹിയർ ഈസ് എ വയലിൻ. ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അവരുടെ വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഗുപ്ത പറയാണ്, ഹിയർ ഈസ് എ വയലിൻ, ഇവിടെ ഒരു വയലിൻ ഉണ്ട്. ഈസ് യുവേഴ്സ് ഈസൻറ്റ് ഇറ്റ്? മാഗിനോട് ചോദിക്കുകയാണ്, ഇത് നിൻ്റേതാണോ എന്ന് മാഗിനോട് ചോദിക്കുകയാണ് കേട്ടോ.
യെസ് മിസ്സസ് ക്ലിഫോർഡ് ആൻസേർഡ്. അപ്പോൾ ക്ലിഫോർഡ് അവളുടെ അമ്മ മറുപടി പറയണം, അതെ ഇത് മാഗിയുടെയാണ്. മാഗി പ്ലേസ് ക്വൈറ്റ് വെൽ, അവൾ നന്നായിട്ട് വയലിൻ വായിക്കും. മാഗി പ്ലീസ് പ്ലേ സംതിങ് ഫോർ അസ്. മാഗിനോട് അമ്മ പറയണം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഹോ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ പ്രൊട്ടസ്റ്റ്. മാഗി ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ മദറിനോട് പറയണം ഹോ മദർ എന്ന് പറയണം കേട്ടോ. മാഗി ഐ പ്ലീഡഡ് പ്ലീസ് പ്ലേ സംതിങ്. പ്ലീഡഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ മാഗിനോട് നമ്മളുടെ ഗുപ്ത അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് നീ വായിക്കുക അതിൽ. ഐ ആം വെരി ഫോണ്ട് ഓഫ് ദി വയലിൻ, എനിക്ക് വയലിൻ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം എബൌട്ട് യുവർ ഏജ്, നിൻ്റെ പ്രായത്തിലുള്ളൊരു സിസ്റ്റർ എനിക്ക് എൻ്റെ വീട്ടിലുണ്ട്. ഷീ യൂസ് ടു പ്ലേ ഫോർ മീ, അവൾ എനിക്ക് വേണ്ടിയിട്ട് വയലിൻ വായിക്കാറുണ്ടെന്ന് പറയാണ് കേട്ടോ ഗുപ്ത. ദ വേ ഐ പ്ലേഡ് ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു. അപ്പോൾ മാഗി പറയണം, മാഗി സിറ്റ്, മാഗി എന്താ പറയുന്നത്, ദ വേ ഐ പ്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു, ഞാൻ വായിക്കുന്നത് അത്ര രസമൊന്നുമില്ല കേൾക്കാൻ എന്നുള്ള രീതിയിൽ മാഗി പറയാണ് കേട്ടോ. മൈ എൻട്രിറ്റീസ് അറ്റ് ലാസ്റ്റ് പെർസ്യൂഡഡ് ഹർ ടു പ്ലേ. എൻട്രിറ്റീസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അപേക്ഷ, പെർസ്യൂഡഡ് മീൻസ് പ്രേരിപ്പിക്കുക. അപ്പോൾ എൻ്റെ ആ അപേക്ഷ, നീ ഒന്ന് വായിക്കുക എന്നുള്ള ആ ഒരു അപേക്ഷ അവളെ പ്രേരിപ്പിക്കുകയാണ് ഇത് വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഐ ഡു നോട്ട് നോ മെനി പീസസ് ഷീ സെഡ്, എനിക്ക് കുറേയൊന്നും അറിയില്ല എന്ന് പറയണം അവൾ. ആര്, മാഗിയാണ് പറയുന്നത് കേട്ടോ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ, നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ ഇഷ്ടം എന്ന് മാഗി ഗുപ്തനോട് ചോദിക്കണം. ഷെൽ ഐ ചൂസ് സംതിങ്, അവൾ തന്നെ പറയണം ഞാൻ എന്തെങ്കിലും ചൂസ് ചെയ്തോട്ടെ എന്ന് പറയണം. ഓൾ റൈറ്റ് ദെൻ ഗിവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. അപ്പോൾ ഗുപ്ത പറയണം ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ മ്യൂസിക് നോട്ട്സൊക്കെ എനിക്ക് താ. ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്, നിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബൗണ്ട് ഇൻ ബ്ലാക്ക് ലെതർ. മാഗി അപ്പോൾ ഒരു പഴയ മ്യൂസിക് കേസ് എടുത്തുകൊണ്ട് വരികയാണ്. ഓക്കെ, ബൗണ്ട് എന്നുള്ള ടേമിൻ്റെ മീനിങ് ബന്ധിക്കപ്പെട്ട. ഇൻ ബ്ലാക്ക് ലെതറിൻ്റെ ഉള്ളിലാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്, കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ ഓപ്പൺഡ് ഇറ്റ്, ഞാനത് തുറന്നു. ഗുപ്തയാണ് കേട്ടോ തുറക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി പീസസ് വർ ലൈറ്റ് എയേഴ്സ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സ്റ്റിക്കിൾ ആൻഡ് ദി ബീ എക്സെട്ര. അപ്പോൾ അതിലുള്ള കുറേ പീസസ് മ്യൂസിക് നോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. കുറേ നോട്ട്സ് എങ്ങനത്തെയാണ്, ലൈറ്റായിട്ടുള്ള മ്യൂസിക്കാണ്. ഏതൊക്കെ, ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സ്റ്റിക്കിൾ ആൻഡ് ദി ബീ, ഇങ്ങനത്തെ കുറേ ലൈറ്റായിട്ടുള്ള മ്യൂസിക്കാണ്. ദർ വർ എ ഫ്യൂ റിയലി ഗുഡ് ദോ ഓൾഡ് ഫാഷൻഡ് വൺസ്, അതിൽ നല്ല മ്യൂസിക്കും ഉണ്ട്, ബട്ട് ഓൾഡ് ഫാഷൻഡ്, പക്ഷേ ഒരു ഓൾഡ് ഫാഷനായിട്ടുള്ള കുറച്ച് നല്ല മ്യൂസിക്കുണ്ട്. തിങ്സ് ലൈക്ക് റോബിൻ അഡേർ, ആനി ലൂറേ, ദ ലാസ്റ്റ് റോസ് ഓഫ് ദി സമ്മർ എക്സെട്ര. ഇതൊക്കെ അതിൽ വന്നിട്ടുള്ള മ്യൂസിക്കാണ് കേട്ടോ. ദർ were several Scotch songs, സ്കോട്ടിഷിലെ കുറേ സോങ്സും അതിൽ കാണാനുണ്ട്. സോ ഐ സെലക്റ്റഡ് ദ ബ്ലൂ ബെൽ ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സോങ്ങാണ് ദ ബ്ലൂ ബെൽ ഓഫ് സ്കോട്ട്ലാൻഡ് എന്നുള്ള മ്യൂസിക് നോട്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്, ഗുപ്ത സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഹാൻഡഡ് മാഗി ദ മ്യൂസിക്, അത് മാഗിക്ക് കൈമാറി. ഹാൻഡിൽ എന്ന് വെച്ചാൽ കൈമാറി. മാഗി പ്ലേഡ് ആൻഡ് ഐ ഹംഡ് ദ ട്യൂൺ ടു മൈ സെൽഫ്. മാഗി അത് വയലിനിൽ വായിക്കുകയാണ്. ആൻഡ് ഐ ഹംഡ്, ഞാൻ മൂളി, ദ ട്യൂൺ ടു മൈ സെൽഫ്. എന്നെ അത് ഇങ്ങനെ മാഗി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വയലിനിൽ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ട്യൂണ് ഞാനിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗുപ്ത പറയുന്നത് കേട്ടോ. വെൻ ദ സോങ് വാസ് ഓവർ ഐ പ്രേസ്ഡ് ഹർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹർ. അപ്പോൾ ആ സോങ് കഴിഞ്ഞപ്പോൾ, ഓവറായപ്പോൾ, ഐ പ്രേസ്ഡ് ഹർ പ്ലേയിങ് ലാവിഷ്ലി ആസ് ഐ താങ്ക്ഡ് ഹർ. പ്രേസ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് നമ്മൾ അവരെ വാഴ്ത്തുക, അതായത് അവരെ പുകഴ്ത്തി പറയാം. ഓക്കെ, ഭയങ്കരമായിട്ട് നീ വായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാഗിനങ്ങനെ ഗുപ്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നന്നായിട്ടുണ്ട്, നീ വായിച്ചത് നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. ഐ താങ്ക്ഡ് ഹർ, എന്നിട്ട് അവളോട് നന്ദി പറയാണ്. മാഗി ഹാസ് നെവർ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി, മിസ്സസ് ക്ലിഫോർഡ് സെഡ്. അപ്പോൾ മിസ്സസ് ക്ലിഫോർഡ്, മാഗിയുടെ അമ്മ പറയാണ്, മാഗിക്ക് ഒരിക്കലും ഒരു അവസരം കിട്ടിയിട്ടില്ല മ്യൂസിക് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരം കിട്ടിയിട്ടില്ല എന്ന് അവളുടെ അമ്മ ഗുപ്തയോട് പറയണം. ഷീ ഹാസ് ലേൺഡ് വാട്ട് ഷീ നോസ് ബൈ ഹെർ സെൽഫ്. അവൾക്ക് അറിയുന്നതൊക്കെ അവൾ സ്വന്തം തനിയെ പഠിച്ചതാണ്. ഓക്കെ, ഇഫ് അവർ സർക്കംസ്റ്റൻസസ് എവർ ഇംപ്രൂവ്ഡ് ഐ ഷെൽ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്. അപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ, സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഇംപ്രൂവ് ചെയ്താൽ, അത് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ, ഐ ഷെൽ അറേഞ്ച് ഫോർ ഹെർ ടു ഹാവ് ലെസൺസ്, ഞാൻ എങ്ങനെയെങ്കിലും അവൾക്ക് ഇത് പഠിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യും
ഓൺ മൈ വേ ബാക്ക് ഐ വാസ് ഫിൽഡ് വിത്ത് എസ്റ്റോണിഷ്മെൻറ്റ്. എസ്റ്റോണിഷ്മെൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് അമ്പരന്നുണ്ട്. അതായത് അദ്ദേഹം ഗുപ്ത തിരിച്ചു പോവാണ് അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയമൊക്കെ അദ്ദേഹം ഇത് ആലോചിക്കുകയാണ്. മാഗി പഠിച്ചിട്ടില്ലാഞ്ഞിട്ടും ഈ മ്യൂസിക്കൊന്നും പഠിക്കാഞ്ഞിട്ടും അവൾ ഇത്രത്തോളം പ്ലേ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഹീ ഫീൽഡ് എസ്റ്റോണിഷ്മെൻറ്റ്. എസ്റ്റോണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ അമ്പരന്നു, അതായത് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവൾ ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ അവൾ എവിടെ എത്തുമായിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഇൻസിഡൻറ്റ് ടച്ച് മീ വെരി ഡീപ്ലി. ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ സംഭവം ടച്ച്ഡ് മീ വെരി ഡീപ്ലി, എന്നെ ആഴത്തിൽ ഇങ്ങനെ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. 3 months പാസ്റ്റ്. അങ്ങനെ 3 മാസം കഴിഞ്ഞു. ഐ വിസിറ്റഡ് മാഗി ആൻഡ് ഹെർ മദർ സെവറൽ ടൈംസ്. ആ 3 മാസത്തിനുള്ളിൽ ഞാൻ പലപ്പോഴും മാഗിയും അവളുടെ അമ്മയും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദെയർ ഹോം, അവരുടെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് ടുക്ക് മാഗി ടു സീ ദ സൂ വൺസ്. ഒരു പ്രാവശ്യം മാഗിയെ കൊണ്ട് ഞാൻ ഒരു സൂ കാണിക്കാൻ പോയിട്ടുണ്ട്. ഷീ റോഡ് ദ എലഫൻറ്റ് ഇന്ത്യ രാജ ലൈക്ക് ഓൾ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്. അവിടെ ആ ഒരു സൂവിൽ പോയപ്പോൾ അവളൊരു എലഫൻറ്റിനെ മേലെ റോഡ് ചെയ്തിട്ടുണ്ട്. ഷീ റോഡ് എന്ന് വെച്ചാൽ റൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, റോഡ്. അപ്പോൾ റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സവാരി നടത്തുന്നതിന്. അപ്പോൾ അവർ എലഫൻറ്റിൻ്റെ മേലെ സവാരി നടത്തിയിട്ടുണ്ട്. ലൈക്ക് ഓൾ അതർ ബോയ്സ് ആൻഡ് ഗേൾസ്, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബോയ്സിനെയും ഗേൾസിനെയും പോലെ തന്നെ. ഹൗ ഡിലൈറ്റഡ് ഷീ വാസ്. ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ സന്തോഷം. അവൾക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിരുന്നു. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ. പക്ഷേ അവളുടെ ബ്രദറിനെ കുറിച്ചൊരു വാർത്തയും ഉണ്ടായിരുന്നില്ല. ഏർജ്ഡ് ബൈ മിസ്സസ് ക്ലിഫോർഡ്. മിസ്സസ് ക്ലിഫോർഡിൻ്റെ പ്രേരണ പ്രകാരം ഐ വെൻറ്റ് ടു ഇന്ത്യ ഹൗസ്. ഇന്ത്യ ഹൗസിലോട്ട് ഞാൻ പോയി, ലണ്ടനിലുള്ള. ഓക്കെ. വൺ ഡേ ആൻഡ് മെയ്ഡ് ഇൻക്വയറീസ്. ഒരു ദിവസം പോയി, എന്നിട്ട് അവിടെ അന്വേഷണം നടത്തി. ഓൺ ദി നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ആ അന്വേഷണത്തിൽ മനസ്സിലാക്കണം. റെജിമെൻറ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് സൈന്യങ്ങളുടെ ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ ഫ്രാങ്ക് ഉൾപ്പെടുന്ന സൈന്യങ്ങളുടെ ഗ്രൂപ്പ്. ബിലോങ് ടു എന്ന് വെച്ചാൽ ഉൾപ്പെടുന്ന സൈന്യങ്ങളുടെ ഗ്രൂപ്പ് എവിടെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. ഫ്രണ്ടിയർ എന്ന് വെച്ചാൽ അതിർത്തിയിൽ, നോർത്ത് വെസ്റ്റ് അതിർത്തിയിലാണ് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്സസ് ക്ലിഫോർഡ് ബിക്കേം എക്സ്ട്രീംലി വെറീഡ് വെൻ ഷീ ഹിയർഡ് ഇറ്റ്. അത് കേട്ടപ്പോൾ മിസ്സസ് ക്ലിഫോർഡിന് ഭയങ്കര ഭയം തോന്നി. ഓക്കെ. വൺ ഡേ ഐ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി. അതിന് ശേഷമുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഒരു ദിവസം മാഗിയിൽ നിന്ന് ഒരു പോസ്റ്റ് കാർഡ് ഗുപ്ത റിസീവ് ചെയ്യാണ്. ഷീ റോട്ട്. അവൾ എഴുതിയിട്ടുള്ള എന്താണെന്ന് നോക്കാം. Dear Mr. Gupta, my mother is very ill. I have not been able to go to work for a week. We shall be extremely grateful if you have the trouble to come to see us. Maggie. അപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത്? എൻ്റെ അമ്മ ഭയങ്കര വയ്യാണ്ട് കിടക്കുകയാണ്. ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് എനിക്ക് വർക്കിനൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. വി ഷാൽ ബി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ടേക്ക് ദി ട്രബിൾ ടു കം ടു സീ എസ്. ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും, ഭയങ്കര നന്ദിയുള്ളവരായിരിക്കും. ഇഫ് യു ടേക്ക് ദി ട്രബിൾ ടു കം ടു സീ എസ്. ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ കാണാൻ വന്നാൽ എന്നുള്ള രീതിയിൽ മാഗി നമ്മളുടെ ഗുപ്തയ്ക്ക് ഒരു പോസ്റ്റ് കാർഡ് അയക്കണം. I had told the family with whom I lived about Maggie and her mother. അപ്പോൾ ഗുപ്ത പറയാണ്, ഞാനൊരു ഫാമിലിൻ്റെ കൂടെയാണ് ലണ്ടനിൽ ജീവിക്കുന്നത്. അവരുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തു മാഗിനെ കുറിച്ചും അതേപോലെ തന്നെ അവളുടെ അമ്മയെക്കുറിച്ചും അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. മേ ബി പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കായിരിക്കും. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ സ്പോക്ക് ഓഫ് ദി ലെറ്റർ. ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഞാൻ അവരോട് മാഗി അയച്ചിട്ടുള്ള ലെറ്ററിനെ കുറിച്ച് സംസാരിച്ചു. മൈ ഹോസ്റ്റസ് സെഡ് വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. അപ്പോൾ ഹോസ്റ്റസ് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ താമസിക്കുന്ന ആ ഫാമിലി ഉണ്ടല്ലോ, മേ ബി അവർ ഓണറായിരിക്കും. അപ്പോൾ ആ സ്ത്രീ പറയാണ്, വെൻ യു ഗോ ടേക്ക് സം മണി വിത്ത് യു. നീ പോകുമ്പോൾ നിൻ്റെ കൂടെ കുറച്ച് ക്യാഷും കരുതാൻ പറയാണ്. ദ ഗേൾ ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. ആ പെൺകുട്ടി ഒരാഴ്ചയായിട്ട് വർക്കിനൊന്നും പോയിട്ടില്ല. ഷീ ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. അവർക്ക് ഒരു രീതിയിലുള്ള വരുമാനം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. ഇറ്റ് ഈസ് പ്രോബബിൾ, സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ദേ ആർ ഹാർഡ് അപ്പ്. ഹാർഡ് അപ്പ് എന്ന് വെച്ചാൽ ഷോർട്ട് ഓഫ് മണി എന്നാണ് ഹാർഡ് അപ്പ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറയാണ് കേട്ടോ. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ടുക്ക് സം മണി ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ലംബെത്ത്. അപ്പോൾ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ കരുതിയിട്ട് മാഗിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഐ നോക്ക്ഡ് ദ ഡോർ. ആ ഡോറിൽ മുട്ടി. മാഗി ഓപ്പൺഡ് ഇറ്റ്. മാഗി വാതിൽ തുറന്നു. ഷീ വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ. പുൾഡ് ഡൗൺ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഡിസ്ട്രോയിഡ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, ഭയങ്കര വിഷമത്തിലുള്ളൊരു ഫേസാണ് അവളെ കാണുമ്പോൾ തോന്നുന്നത്. ഹെർ ഐസ് were hollow and ringed. ഐസ് were hollow എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഴിഞ്ഞിട്ടുള്ള ആൻഡ് റിങ്ഡ്, അതിൽ ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിട്ടുണ്ട്. മേ ബി വിഷമം കൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ. താങ്ക് യു മിസ്റ്റർ ഗുപ്ത. അപ്പോൾ നമ്മുടെ മാഗി പറയാണ് താങ്ക് യു എന്ന് ഗുപ്തനോട്. ഷീ എക്സ്ക്ലെയിംഡ് വെൻ ഷീ സോ മീ. ഹൗ ഈസ് യുവർ മദർ മാഗി ഐ ആസ്ഡ്. അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഇപ്പോൾ അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. അവളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആണ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആങ്സൈറ്റി ഓവർ ഫ്രാങ്ക്. അഗ്രവേറ്റഡ് മീൻസ് വഷളാക്കുക. ആങ്സൈറ്റി മീൻസ് ഉത്കണ്ഠ. അവളുടെ ഫ്രാങ്കിനെ കുറിച്ചുള്ള അമ്മയുടെ ഉത്കണ്ഠ കാരണമാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ ഇത്രയും വഷളായിട്ടുള്ളതെന്ന് മാഗി പറയാണ് കേട്ടോ. ദർ ഈസ് നോ ന്യൂസ് ഫ്രം ഹിം യെറ്റ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഒരു ന്യൂസും ഇതുവരെ ഇല്ല. ഷീ മേ നോട്ട് ലീവ്. അമ്മ ജീവിച്ചിരിക്കാൻ കുറേ നാളൊന്നും ഇനി ജീവിക്കില്ല എന്നുള്ള രീതിയിൽ പറയണം. ഐ ട്രൈ ടു കൺസോൾ മാഗി. ഞാൻ മാഗിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കൺസോൾ എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുന്നതിനാണ് കൺസോൾ എന്ന് പറയുന്നത്. ഡ്രൈയിങ് ഹെർ ഐസ് വിത്ത് മൈ ഹാൻഡ് കർച്ചീഫ്. അവളുടെ കണ്ണ് എൻ്റെ ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് തുടച്ചു കൊടുക്കാൻ. മാഗി കൺട്രോൾഡ് ഹെർ സെൽഫ് വിത്ത് ആൻ എഫേർട്ട്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് മാഗി അവളെ കൺട്രോൾ ചെയ്യാണ്, അവളുടെ വിഷമം കൺട്രോൾ ചെയ്ത് ഒതുക്കി പിടിക്കുകയാണ്. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ ഹാവ് എ റിക്വസ്റ്റ് ടു മേക്ക് ഓഫ് യു മിസ്റ്റർ ഗുപ്ത. എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാനുണ്ട്, ഒരു റിക്വസ്റ്റ് പറയാനുണ്ട് എന്ന് പറയണം കേട്ടോ. വാട്ട് ഈസ് ഇറ്റ് മാഗി ഐ ആസ്ഡ്. അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ് എന്താണതെന്ന് മാഗിയോട് ചോദിക്കുകയാണ്. കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസേർഡ്. സിറ്റിംഗ് റൂമിലോട്ട് വായോ, എന്നിട്ട് അവിടെ നിന്ന് പറയാം എന്ന് പറയാൻ കേട്ടോ. വി ടിപ്പ് ടോയ്ഡ് കെയർഫുള്ളി ഇൻ ടു ദ സിറ്റിംഗ് റൂം ലെസ്റ്റ് ദ സൗണ്ട് ഓഫ് അവർ ഫുഡ് സ്റ്റെപ്പ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൻ. അപ്പോൾ എന്താ പറയുന്നത്, വി ടിപ്പ് ടോയ്ഡ് കെയർഫുള്ളി. അപ്പോൾ ടിപ്പ് ടോയ്ഡ് എന്ന് വെച്ചാൽ ഈ കാലിൻ്റെ പാദം വിരൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, മെല്ലെ പതിയെ നടക്കുന്നതിനാണ് ടിപ്പ് ടോയ്ഡ് എന്ന് പറയുക. ഇൻ ടു ദി സിറ്റിംഗ് റൂമിലോട്ട്. ലെസ്റ്റ് ദ സൗണ്ട് ഓഫ് അവർ ഫുഡ് സ്റ്റെപ്പ് ഷുഡ് ഡിസ്റ്റർബ് ദ സിക്ക് വുമൻ. ലെസ്റ്റ് മീൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ സൗണ്ട് കൊണ്ട് സിക്കായിട്ടുള്ള വെയ്യാതെ കിടക്കുന്ന വുമന് അതൊരു ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളത്, അവർ എണീക്കും എന്നുള്ള രീതിയിൽ പറയാണ്. മിസ്സസ് ക്ലിഫോർഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഐ ടേൺഡ് വെൻ ഐ റീച്ച്ഡ് ദ സെൻറ്റർ ഓഫ് ദി റൂം ആൻഡ് റിമെയിൻഡ് സ്റ്റാൻഡിങ് ദെയർ. അപ്പോൾ സിറ്റിംഗ് റൂമിൻ്റെ സെൻറ്ററിലെത്തിയപ്പോൾ ഞാൻ ടേൺ ചെയ്തു, തിരിഞ്ഞു നിന്നു. ആൻഡ് റിമെയിൻഡ് സ്റ്റാൻഡിങ് ദെയർ, അവിടെ തന്നെ ഇങ്ങനെ നിന്നു. വാട്ട് ഈസ് ഇറ്റ് മാഗി. മാഗിനോട് അദ്ദേഹം ഗുപ്ത വീണ്ടും അന്വേഷിക്കുകയാണ് എന്താണത്. ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. ബിസീച്ചിങ് മീൻസ് യാചിക്കുന്ന. ഗേസ്ഡ് എന്ന് വെച്ചാൽ നോക്കി, ഒരു യാചിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം മാഗി അദ്ദേഹത്തെ നോക്കുകയാണ്, ഗുപ്തയെ നോക്കുകയാണ് കേട്ടോ. ഐ വെയിറ്റഡ്, ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. പിന്നീട് അവളുടെ മുഖം ഹാൻഡ്സ് വെച്ച് മറച്ചിട്ട് വെപ്റ്റ് സൈലൻ്റ്ലി, കരഞ്ഞു. മെല്ലെ കരയുന്നതിനാണ് വെപ്റ്റ് സൈലൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, അവൾ മെല്ലെ കരയാൻ തുടങ്ങി, പതിയെ കരയാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ ഫിക്സ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ വാസ് ഇൻ എ ഫിക്സ് മീൻസ് ഇൻ എ ഡിഫിക്കൽട്ട് ഓർ എംബ്രാസിങ് സിറ്റുവേഷൻ. അതായത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള, എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് പറയുന്നത്. അവൾ കരയല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. വാട്ട് കുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്. ഈ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് പറയുക. ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദി ഫ്രണ്ടിയർ. അപ്പോൾ അവളുടെ ബ്രദർ എന്ന് പറയുന്നത് അതിർത്തിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ ഗുപ്ത ആലോചിക്കുകയാണ് കേട്ടോ മനസ്സിൽ. ഹെർ മദർ വാസ് ദി ഓൺലി പേഴ്സൺ ഷീ ഹാഡ് ഓൺ ദി എർത്ത്. അവൾക്ക് ആകെയുള്ളത് അവളുടെ അമ്മ മാത്രമാണ്. ഇഫ് ഷീ ലോസ്റ്റ് ഹെർ വാട്ട് വുഡ് ഹാപ്പൻ. അവളുടെ അമ്മയെയും കൂടി അവൾക്ക് നഷ്ടമായാൽ എന്ത് സംഭവിക്കും. വേർ ഇൻ ലണ്ടൻ കുഡ് ദിസ് ഗേൾ ഓൺ ദി ത്രഷ് ഹോൾഡ് ഓഫ് അഡോളസെൻസ് ഗോ. ലണ്ടനിൽ എവിടേക്കാണ് ഈ പെൺകുട്ടി, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ത്രഷ് ഹോൾഡ് എന്ന് വെച്ചാൽ നമ്മളുടെ വാതിൽപ്പടി, അഡോൾസെൻസ് എന്ന് വെച്ചാൽ കൗമാരത്തിൻ്റെ ആ അടുത്തെത്തിയിട്ടുള്ള, അതായത് പ്രായത്തിലോട്ട് എത്താൻ പോകുന്ന ആ പെൺകുട്ടി ഈ ലണ്ടനിൽ എങ്ങോട്ട് പോകാനാണ്, അമ്മയും ബ്രദറൊന്നും ഇല്ലാതെ എന്ന് നമ്മളുടെ ഗുപ്ത ആലോചിക്കുകയാണ് കേട്ടോ. ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് എവേ ഫ്രം ഹെർ ഫേസ്. അവളുടെ കൈകൾ അവളുടെ മുഖത്ത് നിന്ന് ഞാൻ മാറ്റി. മാഗി ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. മാഗി പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുപ്ത ചോദിക്കുകയാണ്. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു
ഐ ഷൽ നോട്ട് ഹെസിറ്റേറ്റ്. അപ്പോൾ എന്താ പറയണത്? ഗുപ്ത പറയണം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ഷൽ നോട്ട് ഹെസിറ്റേറ്റ്. ഹെസിറ്റേറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് മടിക്കുക, ഞാൻ അതിൽ ഒരു മടിയും കാണിക്കില്ല എന്ന് പറയാണ് കേട്ടോ. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദി റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. പ്ലീസ് ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന, റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ മാഗി കാര്യം പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? എന്താണത്? എന്താണ് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളതെന്ന് ഗുപ്ത ചോദിക്കുകയാണ്. All day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. മൊത്തം അമ്മ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ ഗുപ്ത വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ആ മോതിരത്തിലോട്ട്, ആ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള ആ മോതിരത്തിലോട്ട് ഗേസ് എന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഹി മൈറ്റ് ലേൺ സംതിങ് അബൌട്ട് ഫ്രാങ്കിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. മിസ്റ്റർ ഗുപ്ത ഈസ് എ ഹിന്ദു. മിസ്റ്റർ ഗുപ്ത ഒരു ഹിന്ദു ആണ്. ഷീ സെഡ്. ഇതൊക്കെ അമ്മ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇഫ് ഓൺലി ഹി കുഡ് കം, ഷീ സെഡ്. അപ്പോൾ മാഗി അമ്മനോട് പറയണം, ഇഫ് ഓൺലി ഹി കുഡ് കം, അദ്ദേഹം വരികയാണെങ്കിൽ മാത്രം എന്നുള്ള മറുപടി മാഗി കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് വൈ ഐ റോട്ട് ടു യു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് അയച്ചതെന്ന് മാഗി പറയാണ് കേട്ടോ ഗുപ്തനോട്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ, ഗോ ആൻഡ് ബ്രിങ് മീ ദി റിംഗ് മാഗി. ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഗുപ്ത എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് ആ റിങ് കൊടുന്ന് താ മാഗി എന്ന് ഗുപ്ത ആവശ്യപ്പെടാണ് കേട്ടോ. ഓഫ് കോഴ്സ് ഐ വിൽ ഡു. നീ കൊണ്ടുവന്നാൽ ഞാനത് ചെയ്യും, ഞാൻ ഇനിയും നോക്കും എന്ന് പറയാണ്. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം, ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻറ്റ്. ഐ വാസ് സൈലൻറ്റ്. അപ്പോൾ മാഗി പറയാണ്, ഇനിയും നിങ്ങൾക്കൊന്നും അത് നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യവും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് മാഗി നമ്മളുടെ ഗുപ്തനോട് പറയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ടു എന്നുള്ള രീതിയിൽ പറയണേ എന്നുള്ളൊരു റിക്വസ്റ്റ് പോലെ. മാഗി നേരത്തെ പറഞ്ഞല്ലോ, ക്ഷമിക്കണം, ഇത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കണ്ടു എന്നുള്ള രീതിയിൽ കള്ളം പറയണേ എന്നുള്ള ഒരു റിക്വസ്റ്റാണ് മാഗി ഗുപ്തക്ക് മുന്നിൽ വെക്കുന്നത് കേട്ടോ. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മെൻ. മാഗി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് സൈലൻറ്റ്. ഞാൻ കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്ക് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഞാൻ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട്, ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്, സത്യം സ്നേഹിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് നമ്മളുടെ മാഗി പറയാണ് കേട്ടോ. ഗുപ്ത സൈലൻ്റ് ആയിട്ടിരുന്നപ്പോൾ, ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ looking into the crystal that Frank is all right, that he is alive, will it be too much of a lie? എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മദറിനോട് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദി ക്രിസ്റ്റൽ, ഈ ക്രിസ്റ്റലിലോട്ട് നോക്കിയിട്ട്, ദാറ്റ് ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ഫ്രാങ്കിനൊരു കുഴപ്പമില്ല, ഹി ഈസ് അലൈവ്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത്, വിൽ ഇറ്റ് ബി ടു മച്ച് ഓഫ് ലൈ, അത് ഭയങ്കര കള്ളം ആവുമോ എന്ന് ചോദിക്കുകയാണ് മാഗി. വിൽ ഇറ്റ് ബി വെരി വെരി റോങ്, അത് ഭയങ്കരമായ ഒരു തെറ്റാകുമോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. ആസ് ഷീ സ്പോക്ക്, ടിയേഴ്സ് സ്ട്രീംഡ് ഫ്രം ഹെർ ഐസ്. അവൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്, സ്ട്രീമായിട്ട് ഒഴുകുന്നുണ്ട് അവളുടെ കണ്ണിൽ നിന്ന്. ഐ തോട്ട് ഇറ്റ് ഓവർ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഐ എം നോട്ട് വെരി വേർച്വസ്. വേർച്വസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് സത്യവാൻ അല്ലെങ്കിൽ നല്ല ഗുണങ്ങളുള്ള വ്യക്തി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഐ എം നോട്ട് വെരി വേർച്വസ്, ഞാൻ അത്ര നല്ല ഗുണങ്ങളുള്ള വ്യക്തിയൊന്നുമല്ല. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്സ്, ഞാനും എൻ്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതും ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വുഡ് ബി ദ ലീസ്റ്റ് ഓഫ് മൈ ഒഫൻസ്, എൻ്റെ തെറ്റുകളിൽ ഏറ്റവും ചെറുത് ഇതായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് ഗുപ്ത. പ്ലീസ് മാഗി ഡോണ്ട് ക്രൈ, മാഗിനോട് പറയണേ നീ കരയരുത്. വേർ ഈസ് ദി റിംഗ്, ആ മോതിരം എവിടെ? ലെറ്റ് മീ ടേക്ക് എ ഗുഡ് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് ടൈം, ഇപ്രാവശ്യം ഞാൻ അതിനെ ഒന്നുകൂടി നന്നായിട്ട് നോക്കട്ടെ. ഇഫ് ഐ ഡു നോട്ട് സീ എനിത്തിങ് ഐ ഷൽ ഡു ആസ് യു സജസ്റ്റ്, ഞാൻ ഇനിയും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, അത് നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഗോഡ് വിൽ ഫോർഗീവ് മീ ഇഫ് ഇറ്റ് ഈസ് റോങ്, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിച്ചോളും എന്ന് ഗുപ്ത പറയണം. മാഗി ബ്രോട്ട് മീ ദി റിംഗ്, മാഗി ആ റിങ് കൊണ്ടുവന്നു. ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെഡ്, ഞാനത് എടുത്തിട്ട് പറയാണ്. സീ ഇഫ് യുവർ മദർ ഈസ് അവൈക്ക്, നിൻ്റെ അമ്മ ഉണർന്നിട്ടുണ്ടോ നോക്കുമെന്ന് മാഗിനോട് പറയാം കേട്ടോ. 15 minutes passed ബിഫോർ മാഗി കെയിം ബാക്ക്.
15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാഗി വരികയാണ്, തിരിച്ചു വരികയാണ്. മദർ ഈസ് അവേക്ക് ഷീ സെഡ്. അവൾ എന്താ പറയുന്നത്, അവളുടെ അമ്മ എണീറ്റിട്ടുണ്ട് എന്ന് പറയാണ് മാഗി. ഐ ഹാവ് ടോൾഡ് യു ആർ ഹിയർ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഗുപ്ത ഇവിടെ ഉണ്ട് എന്നുള്ളത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാഗി പറഞ്ഞു. ഓക്കെ, മേ ഐ സീ ഹർ നോ. അപ്പോൾ ഗുപ്ത ചോദിക്കുകയാണ്, ഞാൻ അമ്മയെ കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്ലീസ് കം. ഐ അപ്രോച്ച്ഡ് ദി മദേഴ്സ് ബെഡ് സൈഡ്. ഗുപ്ത അമ്മയുടെ ബെഡ് സൈഡിൻ്റെ അവിടേക്ക് അപ്രോച്ച്ഡ് എന്ന് വെച്ചാൽ സമീപിക്കുകയാണ്. ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്. ആ റിംഗ് എൻ്റെ കൈകളിലുണ്ട്. വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെഡ് മിസ്സസ് ക്ലിഫോർഡ് യുവർ സൺ ഈസ് അലൈവ്, ഹി ഈസ് വെൽ. അപ്പോൾ മദറിനെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തിട്ട് പറയാണ്, ഗുപ്ത പറയാണ്, യുവർ സൺ ഈസ് അലൈവ്, നിങ്ങളുടെ സണ്ണ് ജീവനോടുണ്ട്, ഹി ഈസ് വെൽ, അവന് സുഖമാണ്. ദ ഓൾഡ് വുമൺ റൈസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദി പില്ലോ. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദി ക്രിസ്റ്റൽ, ഷീ ആസ്ഡ്. അപ്പോൾ ആ വെയ്യാതെ കിടക്കുന്ന സ്ത്രീ എന്താ അവരുടെ അമ്മ ക്ലിഫോർഡ് അവരുടെ ഹെഡ് ഒന്ന് ആ പില്ലോയിൽ നിന്ന്, തലയണയിൽ നിന്ന് ഹെഡ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊക്കുകയാണ് ഈ ന്യൂസ് കേട്ടിട്ട്. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദി ക്രിസ്റ്റൽ, ആ ക്രിസ്റ്റലിലാണോ നിങ്ങളിത് കണ്ടത് എന്ന് അമ്മ ചോദിക്കുകയാണ് കേട്ടോ ഗുപ്തയോട്. യെസ് മിസ്സസ് ക്ലിഫോർഡ്, യെസ് എന്ന് ഗുപ്ത പറയാണ്. ഐ ആൻസേർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻസ്, ഐ ഹാവ് സീൻ ഇറ്റ്. ഒരു മടിയും കൂടാതെ ഗുപ്ത പറയാണ്, ഞാനത് കണ്ടു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്. മദറിൻ്റെ ഹെഡ് ഒന്ന് പൊക്കിയിരുന്നല്ലോ, അത് അതേപോലെ പില്ലോമൊക്കെ തന്നെ അവർ ബാക്കിലോട്ട് തന്നെ വെച്ചു. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്. വെൽഡ് എന്ന് വെച്ചാൽ നിറഞ്ഞു. ഓക്കെ, അപ്പോൾ അവളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു. ടിയേഴ്സ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ ഒരു കണ്ണീര് അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞു. ഷീ വിസ്പേർഡ് ഫെയിൻറ്റ്ലി. അവർ മെല്ലെ ഇങ്ങനെ വിസ്പേർ ചെയ്യാണ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ മെല്ലെ വിസ്പർ ചെയ്യാണ് കേട്ടോ. മിസ്സസ് ക്ലിഫോർഡ് റിക്കവേർഡ്. അതിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ ചെയ്തു. ഇറ്റ് വാസ് ആൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. എൻ്റെ രാജ്യത്തോട്ട് തിരിച്ചു പോകാനുള്ള സമയം ആയിക്കഴിഞ്ഞു. ഗുപ്തക്കാണ് കേട്ടോ. ഐ വിഷ്ഡ് ടു ഗോ ടു ലംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ. മാഗിയോടും അവളുടെ അമ്മയോടും ഗുഡ് ബൈ പറയാൻ ലംബത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബട്ട് ദ ഫാമിലി വാസ് ഇൻ മോർണിംഗ്. മോർണിംഗ് എന്ന് വെച്ചാൽ ദുഃഖാചരണം. പക്ഷേ അവരുടെ ഫാമിലി ഒരു ദുഃഖാചരണത്തിലാണ്. എന്താണ് നോക്കാം. ഫ്രാങ്ക് ഹാഡ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓഫ് ദി ഫ്രോണ്ടിയർ. അപ്പോൾ ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്. ഈ ഒരു അതിർത്തിയിൽ വെച്ചിട്ട് ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്. എ മന്ത് എഗോ മാഗി സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഒരു മാസം മുമ്പ് മാഗി ഒരു കാർഡ് അയച്ചു ബ്ലാക്ക് ബോർഡറുള്ള. ആ കാർഡ് സൂചിപ്പിക്കുന്നത് മരണമൊക്കെയാണ് കേട്ടോ. ഐ കാൽക്കുലേറ്റഡ് ഫ്രം ദി ഡേറ്റ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. അപ്പോൾ എന്താ പറയുന്നത്, ആ ഇത് കാർഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ഡേറ്റും ഇതൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോൾ ഗുപ്തക്ക് മനസ്സിലായത് ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മനോട് പറയുന്നുണ്ടല്ലോ ക്ലിഫോർഡിനോട് ജീവനോടെ നല്ല രീതിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദിവസത്തിൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഐ ഫെൽറ്റ് അഷെയിം ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഷെയിംനെസ് ഫീൽ ചെയ്തു, ഭയങ്കര മടി ഫീൽ ചെയ്തു. സോ ഐ റോട്ട് എ ലെറ്റർ ടു ദം. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊരു ലെറ്റർ അയച്ചു. അനൗൺസിങ് മൈ ഡിപ്പാർച്ചർ ആൻഡ് ബിഡിങ് ദം ഗുഡ് ബൈ. എൻ്റെ പോക്ക് വിവരങ്ങൾ അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ബിഡിങ് ദം ഗുഡ് ബൈ. അവർ ബിഡിങ് എന്ന് വെച്ചാൽ വിട പറയുക. ഓക്കെ, ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയച്ചു. ദ മോർണിംഗ് ഓഫ് ദി ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡൗൺഡ്. ലണ്ടനിലെ ഗുപ്തയുടെ അവസാനത്തെ ദിവസത്തെ നേരം പുലരിയാണ്. ഡൗൺഡ് എന്ന് വെച്ചാൽ നേരം പുലരുന്നതിനാണ് ഡൗൺഡ് എന്ന് പറയുന്നത്. ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. രാത്രിയാവുന്നതിന് മുമ്പ് ഞാൻ ലീവ് ചെയ്യാൻ നിൽക്കുകയാണ്. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദി ഫാമിലി ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫാമിലിയുടെ കൂടെ അവനെ നിന്നുകൊണ്ടിരുന്ന ആ ഫാമിലിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. ഡോറിൽ ഒരു നോക്ക്, ഒരു മുട്ടലുണ്ടായിരുന്നു. മിനിറ്റ് ഓർ ടു ലേറ്റർ ദ മെയ്ഡ് കെയിം ഇൻ ആൻഡ് അനൗൺസ്ഡ്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ. മാഗി ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ ഐ ടുക്ക് ദി പെർമിഷൻ ഓഫ് ദി ഹോസ്റ്റേഴ്സ് ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദി ടേബിൾ. ലെസ്റ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് അല്ലെങ്കിൽ. ഓക്കെ,
ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ. ഞാൻ കാരണം അവൾക്ക് ഓഫീസിലോട്ട് ലേറ്റ് ആവും. ഐ ടുക്ക് ദ പെർമിഷൻ ഓഫ് മൈ ഹോസ്റ്റസ്. എൻ്റെ ഹോസ്റ്റസിൽ അവർ താമസിച്ചിരുന്ന വീട്ടിലെ ആ വ്യക്തിയോട് പെർമിഷൻ ചോദിക്കുകയാണ്. ആൻഡ് ഗോട്ട് അപ്പ് ഫ്രം ദി ടേബിൾ. എന്നിട്ട് ടേബിളിൽ നിന്ന് എണീക്കുകയാണ്. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദി ഹാളിൽ നിൽക്കുന്നുണ്ട്. ഷീ വാസ് വെയറിങ് ബ്ലാക്ക്. അവൾ ബ്ലാക്ക് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്, സാഡ്നെസ്സിനെ സൂചിപ്പിക്കുക. ഐ ടുക്ക് ഹെർ ഇൻ ടു ദി അഡ്ജോയിനിങ് ലൈബ്രറി ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ. അഡ്ജോയിനിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് തൊട്ടടുത്തുള്ള ലൈബ്രറിയിലോട്ട് അവളെ വിളിച്ചു. ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഡൗൺ, അവിടെ അവളെ ഇരുത്തി. ആർ യു ലീവിങ് ടുഡേ ഷീ ആസ്ഡ്. മാഗി ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് പോവുകയാണോ? യെസ് മാഗി, ടുഡേ ഈസ് ദി ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. അതേ മാഗി, ഇന്നാണ് ഞാൻ പോകുന്ന ദിവസം എന്ന് മാഗിയോട് ഗുപ്ത പറയാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി. നിങ്ങളുടെ രാജ്യത്തെത്താൻ എത്ര ദിവസം എടുക്കും എന്ന് ചോദിക്കാൻ കേട്ടോ. എ ലിറ്റിൽ മോർ ദാൻ 2 weeks. 2 ആഴ്ചയിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കും എന്ന് പറയാണ് ഗുപ്ത. ഇൻ വാട്ട് പാർട്ട് ഓഫ് ദി കൺട്രി ഡു യു ലീവ്. ഏത് ഭാഗത്താണ്, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് മാഗി ചോദിക്കുകയാണ്. ഐ ഹാവ് എൻറ്റേർഡ് ദി പഞ്ചാബ് സിവിൽ സർവീസ്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വേർ ഐ ആം പോസ്റ്റഡ് അൺടിൽ ഐ അറൈവ് ദർ. അപ്പോൾ എന്താ ഗുപ്ത പറയുന്നത്? പഞ്ചാബ് സിവിൽ സർവീസിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഐ ഷാൽ നോട്ട് നോ എക്സാക്ട്ലി വേർ ഐ എം പോസ്റ്റഡ്. എവിടെയാണ് എക്സാക്റ്റായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അൺടിൽ ഐ അറൈവ് ദർ. ഞാൻ അവിടെ എത്തുമ്പോഴേ അതെനിക്ക് അറിയുള്ളൂ. ഇസ് ദി ഫോണ്ടിയർ വെരി ഫാർ ഫ്രം ദെയർ. അതിർത്തി അവിടെ നിന്ന് കുറേ ദൂരമാണോ എന്ന് ചോദിക്കുകയാണ്. നോ നോട്ട് വെരി. അല്ല, കുറേ ദൂരമൊന്നല്ല എന്ന് പറയുന്നുണ്ട് ഗുപ്ത. ഓക്കെ. ഫ്രാങ്ക് ഈസ് ബെറീഡ് അറ്റ് ഫോർട്ട് മോൺറോ നിയർ ഡെറാ ഗാസി ഖാൻ. അവളുടെ ബ്രദറായിട്ടുള്ള ഫ്രാങ്കിനെ അടക്കം ചെയ്തിട്ടുള്ളത് ഫോർട്ട് മോൺറോയിലാണ്, നിയർ ഡെറാ ഗാസി ഖാൻ എന്നുള്ള പഞ്ചാബിലുള്ള ഒരു സ്ഥലത്താണ്. ദ ഗേൾസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആസ് ഷീ സ്പോക്ക്. അവൾ പറയുമ്പോഴൊക്കെ അവളുടെ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് നിറഞ്ഞിട്ടുണ്ട്. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ആ ഒരു ഭാഗത്തേക്ക്, രാജ്യത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുമ്പോൾ നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലോട്ട് പോയിട്ട് നിനക്ക് എഴുതണ്ട്, അതായത് അവിടെ പോവും, അതിനുശേഷം നിനക്ക് ഞാൻ എഴുതണ്ട് എന്ന് പറയാണ്. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻസ് മാഗി ആസ്ഡ്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഓർ ഇൻകൺവീനിയൻറ്റ്, അതായത് അസൗകര്യമാവില്ലേ എന്ന് മാഗി ചോദിക്കുകയാണ് കേട്ടോ. വൈ ഷുഡ് ഇറ്റ് ബി. എന്തുകൊണ്ട് അങ്ങനെ ആവേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഗുപ്ത പറയുന്നത്. ഡെറാ ഗാസി ഖാൻ ഈസ് നോട്ട് വെരി ഫാർ ഫ്രം വേർ ഷെൽ ഐ ബി. ഞാൻ എവിടേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് അത്ര ദൂരമൊന്നല്ല ഈ ഡെറാ ഗാസി ഖാൻ എന്ന് ഗുപ്ത പറയാണ്. ഇറ്റ് വിൽ സെർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. ഒരു ദിവസം അവിടേക്ക് പോകാൻ എന്തായാലും എനിക്ക് സാധിക്കുമെന്ന് പറയാണ് കേട്ടോ ഗുപ്ത. വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. ഞാൻ നിനക്ക് എഴുതി അറിയിക്കേണ്ടത് അതിനെക്കുറിച്ചെന്ന് മാഗിയോട് ഗുപ്ത പറയാണ്. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. മാഗിയുടെ ഫേസ് മൊത്തം ഗുപ്തയോടുള്ളൊരു നന്ദി പ്രകടിപ്പിക്കുകയാണ്. ആസ് ഷീ താങ്ക്ഡ് മീ ഹർ വോയിസ് ചോക്ഡ്. അവൾ എന്നോട് ഇങ്ങനെ താങ്ക് ചെയ്യുമ്പോൾ, എന്നെ നന്ദി പറയുമ്പോൾ അവളുടെ വോയിസ് ഇങ്ങനെ ഇടർന്നുണ്ടായിരുന്നു. ഷീ ടുക്ക് എ ഷില്ലിംഗ് ഔട്ട് ഓഫ് ഹെർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദി ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് മീ സെയിങ് പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. അപ്പോൾ മാഗി എന്താ ചെയ്യണത്? ഒരു ഷില്ലിങ്, ഒരു നാണയം അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഗുപ്തൻ്റെ ടേബിളിൻ്റെ മേലെ വെക്കുകയാണ്. പ്ലീസ് ബൈ ഫ്ലവേഴ്സ് വിത്ത് ദിസ് ഷില്ലിംഗ് വെൻ യു ഗോ. നിങ്ങൾ പോകുമ്പോൾ ഈ ഒരു നാണയം വെച്ചിട്ട് ഫ്ലവേഴ്സ് മേടിക്കാൻ. ആൻഡ് ലേ ദം ഓൺ മൈ ബ്രദേഴ്സ് ഗ്രേവ് ഫോർ മീ. എന്നിട്ട് ആ ഫ്ലവേഴ്സ് എൻ്റെ ബ്രദറിൻ്റെ അടക്കം ചെയ്തതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗുപ്തയോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ മാഗി. ഇൻ മൈ ഇമോഷൻ ഐ ലോവേർഡ് മൈ ഐസ്. ഇത് കേട്ടപ്പോൾ നമ്മളുടെ ഗുപ്തക്ക് കണ്ണുകളിങ്ങനെ താഴ്ന്നുപോയി, അതായത് ഇമോഷൻ കൊണ്ട് ഭയങ്കര വിഷമം വന്നിട്ട്. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയിൽ. ടോയിൽ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക്. ഈ ചൈൽഡ് ഈ ഒരു ഷില്ലിംഗ്, ഈ ഒരു നാണയം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് റിട്ടേണിങ് ഇറ്റ് ടു ഹെർ. എനിക്കത് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. Explaining that in our country flowers grow in great profusion and do not have to be purchased. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഗുപ്ത? എന്താ പറയുന്നത്? ഇൻ അവർ കൺട്രി, ഞങ്ങളുടെ രാജ്യത്ത് ഫ്ലവർ ഗ്രോ ഇൻ ഗ്രേറ്റ് പെർഫ്യൂഷൻ. പെർഫ്യൂഷൻ എന്ന് വെച്ചാൽ സമൃദ്ധമായിട്ട് പുഷ്പങ്ങൾ വളരും. ആൻഡ് ഡു നോട്ട് ഹാവ് ടു ബി പർച്ചേസ്ഡ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മേടിക്കേണ്ട, നാണയം കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തന്ന ആ നാണയം തിരിച്ചു കൊടുക്കാനാണ് ഗുപ്തക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഐ റീകൺസിഡേർഡ്. പക്ഷേ ഗുപ്ത നമ്മളുടെ മാഗിയെ വീണ്ടും പരിഗണിക്കുകയാണ്. വൈ ഷുഡ് ഐ ഡിപ്രീവ്
ഹർ ഓഫ് ദി ജോയ് ദ സാക്രിഫൈസ് വുഡ് ഗീവ് ഹർ. ഡിപ്രീവ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നഷ്ടപ്പെടുത്തുക. ഓഫ് ദി ജോയ് എന്തിന് ഞാൻ അവളുടെ സന്തോഷം നഷ്ടപ്പെടുത്തണം. സാക്രിഫൈസ് എന്ന് വെച്ചാൽ ത്യാഗം. അപ്പോൾ ഈ ഒരു ത്യാഗം ചെയ്യുന്നതിലൂടെ അവൾക്ക് കിട്ടുന്ന സന്തോഷം എന്തിന് ഞാൻ നഷ്ടപ്പെടുത്തണം എന്ന് ഗുപ്ത ആലോചിക്കുകയാണ്. അതായത് അവൾ ഏൺ ചെയ്ത ഒരു ഷില്ലിങ്, ഒരു നാണയം അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് അവൾ സമർപ്പിക്കുന്ന ആ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം, അതെന്തിന് ഞാൻ ആ ഒരു സന്തോഷം എന്തിന് നഷ്ടപ്പെടുത്തണം എന്ന് ചോദിക്കുകയാണ്. ഓൾ ദാറ്റ് ദിസ് ഷില്ലിങ് കുഡ് ഹാവ് ഗിവൻ ഹർ ഷീ വാസ് ഫോർ ഗോയിങ് ഫോർ ദി ലവ് ഓഫ് ഹർ ബ്രദർ. അപ്പം എന്താണ്, നമ്മളുടെ മാഗി അവൾ ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു നാണയം അവളുടെ ബ്രദറിനോടുള്ള സ്നേഹം കാണിക്കാനുള്ള രീതിയിൽ അവളത് ത്യജിക്കുകയാണ്. ദ ജോയ് ഓഫ് ഡൂയിങ് ഇറ്റ് വാസ് ബിയോണ്ട് ഓൾ പ്രൈസ്. അത് ചെയ്യുന്നതിലൂടെ അവൾക്ക് കിട്ടുന്ന സന്തോഷം എല്ലാത്തിനും അപ്പുറമാണ്. ഓക്കെ, അവൾക്ക് ആ ഒരു നാണയം കൊണ്ട് അവൾക്ക് വേണ്ടതൊക്കെ മേടിക്കാം. ബട്ട് ഷീ യൂസ്ഡ് ഇറ്റ് ഫോർ ദി ലവ് ഓഫ് ഹർ ബ്രദർ. അവളുടെ ബ്രദറിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അവളത് യൂസ് ചെയ്യുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ ജോയ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതിലൊക്കെ അപ്പുറമാണ്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ഗ്രീഫ് എന്ന് വെച്ചാൽ ദുഃഖം. ഇൻ ഹർ ഹാർട്ട് അവളുടെ മനസ്സിലുള്ള ആ ദുഃഖം വുഡ് ബി ഈസ്ഡ് എ ലിറ്റിൽ. ഈസ്റ്റ് എന്ന് വെച്ചാൽ അയവ് വരുത്തുക. ഓക്കെ, അവളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം കുറച്ച് അയവ് കിട്ടിയാലോ ഇത്. വാട്ട് ഗുഡ് വുഡ് ഇറ്റ് ഡു ടു ഡിപ്രീവ് ഹർ ഓഫ് ഇറ്റ്. അപ്പോൾ അവളുടെ ഈ പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ അതെന്ത് നല്ലതാണ് ചെയ്യാമെന്ന് നമ്മൾ ഗുപ്ത ചോദിക്കുകയാണ്. അതായത് അവളോട് ഇപ്പോൾ അവൾ നല്ല സന്തോഷത്തിൽ അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് അവൾ തരുന്ന ഈ ഒരു നാണയം ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുമ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒരു ദുഃഖമല്ലാതെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയണം. കാരണം ഓൾറെഡി ഷീ ലോസ്റ്റ് ഹർ ബ്രദർ. അതിൻ്റെ കൂടെ അവൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറം അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ബ്രദറിനെ പോയി കാണാനോ അല്ലെങ്കിൽ അവരുടെ ഗ്രേവിൻ്റെ അടുത്ത് പോകാനോ ഒന്നും പറ്റുന്നില്ല. ഐ പിക്ഡ് അപ്പ് ദി ഷില്ലിങ്. അപ്പോൾ ഗുപ്ത ആ ഒരു നാണയം എടുക്കുകയാണ്. മാഗി, ഐ സെഡ്, ഐ ഷാൽ യൂസ് ദിസ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. എന്നിട്ട് ഗുപ്ത മാഗിയോട് പറയാണ്, ഞാൻ ഈ ഒരു നാണയം വെച്ചിട്ട് ഫ്ലവേഴ്സ് മേടിച്ചിട്ട് നിൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിൻ്റെ മുകളിൽ വെക്കും എന്ന് പറയണം കേട്ടോ. മാഗി സ്റ്റുഡ് അപ്പ്. മാഗി എണീറ്റ് നിന്നു. ഹൗ ക്യാൻ ഐ താങ്ക് യു. ഞാൻ എങ്ങനെ നിങ്ങളോട് നന്ദി പറയുന്നു മാഗി ചോദിക്കുകയാണ്. ഷീ സെഡ്, നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഇപ്പോൾ എനിക്ക് ജോലിയിലോട്ട് പോകാനുള്ള, വർക്ക് പ്ലേസിലോട്ട് പോകാനുള്ള സമയമായെന്ന് മാഗി പറയാണ്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. ഗുഡ് ബൈ പറഞ്ഞിട്ട് പറയാണ്, എഴുതാൻ മറക്കരുത് എന്ന് പറയണം കേട്ടോ. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ആൻഡ് ഇൻ മൈൻ. ഞാൻ എണീറ്റ് നിന്നിട്ട് അവളുടെ കൈ എൻ്റെ കയ്യിലോട്ട് വെക്കുകയാണ്. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു, ഐ സെഡ്. ഞാൻ അവളോട് ഗുഡ് ബൈ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഗുപ്ത പറയാണ്. ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്. അപ്പോൾ അദ്ദേഹം അവളുടെ കയ്യിലൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. മാഗി ലെഫ്റ്റ്. അങ്ങനെ മാഗി പോയി. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള 1-2 കണ്ണുനീര് എന്ന് വെച്ചാൽ തുടച്ചു മാറ്റി. ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്. എന്നിട്ട് മേലെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് പാക്കിങ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ദ പ്രൈസ് ഓഫ് ദി ഫ്ലവർ എന്നുള്ള സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് കേട്ടിട്ടെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ ലെസൺസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ +1 ഇംഗ്ലീഷിലെ എല്ലാതും നമ്മൾ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള മുന്നേ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.